ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് തുടരും എന്ന മൂവി നമ്മൾ ചെന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നത്. നമ്മൾ അൽദന മാളിലാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഒരു 1:45 ഷോയ്ക്കാണ്. അതിനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് പോയി. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ തുടരും മൂവി എല്ലാവരും പറഞ്ഞു കൊള്ളാം, നല്ല സിനിമയാണെന്ന്. അപ്പോൾ എനിക്ക് ഈ മോഹൻലാൽ ശോഭന ആ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പടത്തിലെന്ന് പറഞ്ഞാൽ പുതിയൊരു വില്ലനുള്ള ഒരു പുള്ളിയാണ്, അതായത് പ്രകാശ് രാജ് വർമ്മ എന്നാണ് ആ പുള്ളിയുടെ പേര്. പക്ഷേ ഭയങ്കര അഭിനയമാണ് അദ്ദേഹത്തിൻ്റെ. അതെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആ ഒരു വില്ലൻ ക്യാരക്ടർ ഒരു നല്ല രീതിയിൽ അയാൾ ചെയ്തു. അത്രയ്ക്ക് ഗംഭീരമായ പടമാണ്. പിന്നെ ലാലേട്ടന് ഡിഗ്രേഡ് ചെയ്യാൻ യൂട്യൂബർമാർക്ക് ഒരു പഴുതുപോലും ഇല്ലാത്ത പടമാണിത്. അതുകൊണ്ട് ധൈര്യത്തോടെ തന്നെ ടിക്കറ്റ് എടുക്കാം. ഒരിക്കലും നമ്മളെ ഈ ഒരു പടം നിരാശപ്പെടുത്തില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്കുള്ള ഞെട്ടിച്ചു കളഞ്ഞു ലാലേട്ടൻ. മലയാളികൾ മറന്നുപോയ കുറച്ച് വില്ലന്മാരുണ്ട്. അവരുടെ ഒഴിവുകളെല്ലാം ഈ സിനിമയിൽ നികന്നതായി കണ്ടു. എന്തൊരു ആക്ടിങ് ആണെന്നറിയാമോ ആ പ്രകാശ് രാജ് വർമ്മ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരേ പൊളിയാണ്. ആക്ച്വലി ഇതിനെ അഭിനയം എന്ന് പറയാൻ പറ്റില്ല. കിട്ടിയ ചാൻസ് മുതലാക്കി കളഞ്ഞു ഈ ഒരു മുതൽ. എക്സ്പ്രഷനും ഒരു രക്ഷയില്ല. ഇനി അങ്ങോട്ട് ഇയാളെ തേടിയായിരിക്കും ചാൻസ് വരുന്നത്. അജാതി പെർഫോമൻസാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഇയാളെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിലിമിൽ ഞാൻ കാണുന്നത്. പക്ഷേ അഭിനയം കണ്ടപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ഒരു നടൻ ഇത്രയും കാലം മിസ്സായി പോയില്ലേ എന്നുള്ളൊരു വിഷമം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇയാളെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് സിനിമകളിൽ. ഈ ഒരു ഒറ്റ സിനിമ കൊണ്ട് മനസ്സ് കവർന്നൊരു വില്ലനെന്ന് തന്നെ പറയാം. ഇതിൽ മോഹൻലാലിൻ്റെ വിരൽ കാറിൽ വെച്ച് പിടിച്ച് തിരിക്കുന്നൊരു രംഗമൊക്കെ ഉണ്ട്. എന്തൊരു എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കണ്ട് തന്നെ അറിയണം. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വില്ലൻ കഥാപാത്രമാണ് ഇതിലെ ഈ ഒരു പ്രകാശ് രാജ് വർമ്മയുടെ വേഷം. അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.